ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? അപ്പം നമുക്ക് സെക്കൻഡ് പാർട്ട് ഇവിടെ തുടങ്ങാം അല്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ നിർത്തിയത് ഇവിടെയാണ്. അപ്പം നമുക്ക് അടുത്ത ലെയറിലേക്ക് പോകാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് ലാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ ചെയ്യാം. അതിന് 5 ചെയിന് ഇടുക. വീണ്ടും 5 ചെയിന്, 2 3 4 5 ടേൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ 4 ഡബിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യ ഇവിടുന്ന് തുടങ്ങുക. 4 ഡബിൾ ക്രോഷ്യ ചെയ്തതിന്റെ ലാസ്റ്റത്തിന്റെ മേലെ 1 ചെയ്ത് ബാക്കി 3 ഈ ചെയിൻ സ്പേസിൽ ചെയ്യുക. 2 3. ഓക്കെ, അങ്ങനെ 4 ഡബിൾ ക്രോഷ്യ ഇവിടെ 2 3. ഓക്കെ, ഇവിടെ 4 ഡബിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഇവിടെയും ചെയ്യാൻ പോകുന്ന അതിന് 6 ചെയിൻ ഇട്ടതിന് ശേഷം 6 ചെയിൻ ഇടുക. 1 2 3 4 5 6 ചെയിൻ ഇട്ട് ഇവിടെ ഈ കാണുന്ന ഇവിടെ നമുക്ക് 3 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ ഇത് വിട്ടതിന് ശേഷം 1 ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷ്യ, അതിന്റെ തൊട്ടടുത്തതിലും ഒരു സിംഗിൾ ക്രോഷ്യ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇവിടെ 1 നമ്മൾ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് 1 സ്കിപ്പ് ചെയ്ത് ഇനി 6 ചെയിന് വീണ്ടും ഇടുക. 3 4 5 6. ഇനി നമ്മൾ ഇവിടെ 3 ചെയ്തിട്ട് ഇതിന്റെ മേലെ 1 ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ ഇവിടെ ചെയ്യുക. നാല് ഡബിൾ ക്രോഷ്യ ആയി. ഓക്കെ, ഇനി നമ്മൾ 2 ചെയിൻ ഇട്ടതിന് ശേഷം 1 2 ചെയിൻ ഇട്ടതിന് ശേഷം ഇവിടെ 1 ചെയ്യുക. ഇനി ചെയിൻ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ. ഇതുപോലെ. ഓക്കെ, ഇനി 6 ചെയിന് 2 3 4 5 6. ഇവിടെ ചെയ്തതുപോലെ തന്നെ ഈ ചെയ്തിട്ടുണ്ടല്ലോ, ഇത് തന്നെ നമ്മൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇവിടെ 6 ചെയിൻ ഇട്ടതിന് ശേഷം 1 സ്കിപ്പ് ചെയ്ത് 3 സിംഗിൾ ക്രോഷ്യ ഇവിടെ ചെയ്യുക. ഫസ്റ്റത്തിലുള്ള രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യയിൽ ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്തതിലൊരു സിംഗിൾ ക്രോഷ്യ, അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷ്യ. അങ്ങനെ 3 സിംഗിൾ ക്രോഷ്യ ചെയ്ത് ഇനി അടുത്ത 6 ചെയിൻ ഇടുക. 6 ചെയിൻ ഇട്ടതിന് ശേഷം ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ ഞാനിനി ഇവിടെ എത്തിയിട്ട് കാണിക്കാം. ഓക്കെ, ഇനി ഇവിടെ കംപ്ലീറ്റ് ആക്കി 5 ചെയിൻ ഇട്ടതിന് ശേഷം ടേൺ ചെയ്ത് ഇനി ഫസ്റ്റത്തെ ഇതില് ഒരു ഡബിൾ ക്രോഷ്യ, ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യയുടെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞ് 2 ചെയിന് 1 2 ചെയിന് 2 ചെയിൻ ഇട്ടതിന് ശേഷം ലാസ്റ്റത്തെ 4-മത്തതിന്റെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞ് ഈ ചെയിൻ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ. ഓക്കെ, 4 ഡബിൾ ക്രോഷ്യ ഇവിടെ. ഇനി 5 ചെയിന് ഇനി ഇവിടെ നമുക്ക് ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്തതില്ലേ, ഈ ചെയ്ത ട്രിപ്പിൾ ക്രോഷ്യാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഇതിന്റെ നടുക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് 1 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്ത് ഈ നടുക്ക് 2 ലൂപ്പിലേക്കൂടി മാത്രം പുറത്തെടുക്കുക. ഓക്കെ, ലാസ്റ്റ് 2 ലൂപ്പിലേക്കൂടി ട്രിപ്പിൾ ക്രോഷ്യ. ഇനി 5 ചെയിൻ ഇടുക. 1 2 3 4 5 ചെയിന് ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ. ഈ ചെയിൻ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ, ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യയുടെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ. അതിനുശേഷം 2 ചെയിന് 1 2, ലാസ്റ്റത്തെ ഡബിൾ ക്രോഷ്യയുടെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിന് 1 2 ചെയിന്. അത് കഴിഞ്ഞ് ഇതിന്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞ് 2 ചെയിന് ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ, 4 അടുത്തത് വേണ്ടത്. ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ,
3 ഈ ചെയിൻ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ. ഇവിടെ നമ്മൾ ഇവിടെ കാണിച്ച ഈ ലെയർ ഉണ്ടല്ലോ, ഇത് തന്നെയാണ് ഇനി ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ഈ ലെയർ തന്നെയാണ് ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സെറ്റ് കഴിയുമ്പോൾ അടുത്തത് ചെയ്യാൻ വേണ്ടിട്ട് എന്തായാലും മനസ്സിലാവും. ഇത് ഞാനിനി ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഇപ്പൊ ചെയ്ത ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയറിലേക്ക് പോവാം. അടുത്തത് 5 ചെയിൻ ഇട്ടതിന് ശേഷം ടേൺ ചെയ്യുക. ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യയുടെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1, അതിനുശേഷം 2 ചെയിന്. 4 ചെയ്തതിന്റെ ഫസ്റ്റത്തെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ. 1. ഓക്കെ. ഇനി 2 ചെയിൻ ഇട്ടതിന് ശേഷം ലാസ്റ്റത്തെ 4-മത്തതിന്റെ മേലെ ഇവിടെ ചെയ്ത ലാസ്റ്റത്തെ ഡബിൾ ക്രോഷ്യയുടെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞ് ഈ ചെയിൻ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഇതുപോലെ 4 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം 2 ചെയിന്. 1, 2 ചെയിന്. ഇനി അടുത്തത് ഇവിടെ ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ ചെയിൻ സ്പേസിലും 1 ഈ 4 ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ മേലെയോ 1-മത്തതിന്റെ മേലെ. ഓക്കെ, അങ്ങനെ ഇവിടെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന ഇതാണ് ഇവിടെ ഇപ്പം വന്നിട്ടുള്ളത്. ഇനി അടുത്ത 2 ചെയിൻ ഇട്ടതിന് ശേഷം 1, 2 ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ. 1, 4ന്റെ ലാസ്റ്റ് എത്തതിന്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞ് 2 ചെയിന്, ഇതിന്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ. ഓക്കെ, അത് കഴിഞ്ഞ് 2 ചെയിന്, ഇതിന്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഇനി 2 ചെയിന് വീണ്ടും ഇടുക. ഈ 4 ചെയ്തതിന്റെ ഫസ്റ്റ് എത്തതിന്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞ് 2 ചെയിന്, വീണ്ടും ഇതിന്റെ ലാസ്റ്റത്തെ ഡബിൾ ക്രോഷ്യയുടെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ. 3 ഡബിൾ ക്രോഷ്യ ഈ ചെയിൻ സ്പേസിൽ. ഇനി 2 ചെയിൻ ഇട്ടതിന് ശേഷം വീണ്ടും ഇവിടെ കാണിച്ചതുപോലെ ഇവിടെ 3 ഡബിൾ ക്രോഷ്യ, ഇതിന്റെ മുകളിൽ 1, 4 ഡബിൾ ക്രോഷ്യ. 3 ഡബിൾ ക്രോഷ്യ ചെയിൻ സ്പേസിലും ഫസ്റ്റത്തെ ഇതിന്റെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഇനി 2 ചെയിന് നേരത്തെ കാണിച്ചതുപോലെ തന്നെ, പക്ഷെ ഇത് കംപ്ലീറ്റ് ആവുന്നത് കൊണ്ട് ഞാൻ ഒന്നുകൂടി കാണിക്കുന്നതാണ്. ഈ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയോ ചെയ്യുന്നത്, അതുകൊണ്ട് ഒന്നുകൂടി കാണിക്കുന്നതാ. ലാസ്റ്റത്തതിന്റെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞ് 2 ചെയിന്, ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ. ഞാൻ പറയുന്നതും ചെയ്യുന്നതും ശരിക്കും ശ്രദ്ധിച്ച് കേട്ടാൽ മതി. പിന്നെ റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും. ഒരു കാര്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ അത് മാറ്റി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം ഒന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഓരോ ലെയറും ചെയ്ത് കഴിയുന്നതിന് ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് വെച്ച് നോക്കുമെന്ന്. ഇനി ഫസ്റ്റ് ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിന്, ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ. ഇവിടെ ചെയ്തതുപോലെ തന്നെയാണ് കാണിക്കുന്നത് ഇവിടെയും. ഇനി 2 ചെയിന്, 1, 2 ചെയിന്, ലാസ്റ്റത്തതിന്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിന്, ഇതിന്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിന് വിട്ടതിന് ശേഷം 3-മത്തതിന്റെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ ലെയർ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി ഈ ലെയർ കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ ലെയർ നമുക്ക് ഇനി അവിടെയും കൂടി ഒന്ന് കൊടുക്കാം. ഓക്കെ, 5 ചെയിൻ ഇട്ടതിന് ശേഷം നമ്മൾ ടേൺ ചെയ്ത് അതിനുശേഷം ഫസ്റ്റത്തെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ, 1, 2 ചെയിന്, അടുത്തതിന്റെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിന്, ഫസ്റ്റത്തേതിന്റെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ. ഓക്കെ, 1, അതിനുശേഷം 2 ചെയിന്, ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ, ഇവിടെ 2 ഡബിൾ ക്രോഷ്യ ഗ്യാപ്പില്.
ഗ്യാപ്പിൽ 2 ഡബിൾ ക്രോഷ്യ, 1 2. ഇനി ഈ 4ന്റെ ഫസ്റ്റിൽ ഒരു ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഇനി അടുത്ത 2 ചെയിൻ ഇട്ടതിന് ശേഷം 2 ചെയിന്, അതിനുശേഷം ഈ ലാസ്റ്റത്തതിന്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞ് വീണ്ടും 2 ചെയിന് ഇതിന്റെ മുകളിൽ, 2 ചെയിന് അടുത്തത് ഇതിന്റെ മുകളിൽ, അടുത്ത ഇതും ഇതിന്റെയും മുകളിൽ ചെയ്തിട്ട് ഇവിടെ ഞാൻ കാണിക്കാം. ഇനി ഈ 4ന്റെ ഫസ്റ്റത്തതിന്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിന്, ഇതിന്റെ ലാസ്റ്റത്തെ ഡബിൾ ക്രോഷ്യയുടെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞ് നടുക്ക് ആ ഗ്യാപ്പില് 2 ഡബിൾ ക്രോഷ്യ, അടുത്ത 4ന്റെ ഫസ്റ്റത്തിന്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഇതേ പാറ്റേൺ തന്നെ ഇത് ഇവിടെയും കിട്ടുന്നുണ്ട് ഇപ്പോൾ. ഇനി അത് കഴിഞ്ഞ് 2 ചെയിന്, ലാസ്റ്റത്തിന്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ. ഇനി നേരത്തെ ഇത് കാണിച്ചതുപോലെ തന്നെ, ഇപ്പൊ ഇവിടെ കാണിച്ചതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ഇവിടം വരെ എത്തിച്ചിട്ട് ഞാൻ കാണിക്കാം. ഈ പാറ്റേൺ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് തന്നെ കുറച്ച് വലുതായിട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ഈ ലെയർ സ്റ്റാർട്ട് ചെയ്യുന്നതും കൂടി ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ കാണിക്കാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഈ ഒരു ലെയർ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതി. 5 ചെയിൻ ഇട്ടതിന് ശേഷം ടേൺ ചെയ്ത് ഫസ്റ്റത്തെ ഇതിന്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിന്, അടുത്തതിന്റെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിന്, ഇതിന്റെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ, മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യയുടെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ, ഗ്യാപ്പിൽ 2 ഡബിൾ ക്രോഷ്യ, 4ന്റെ ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യയുടെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞ് 2 ചെയിന്, ഇവിടെ 4ാമത്തതിന്റെ ലാസ്റ്റത്തെ അതില് ഒരു ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞ് ഈ ഗ്യാപ്പില് 2 ഡബിൾ ക്രോഷ്യ, 1 2. ഇനി ഇതിന്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ. ഇപ്പൊ ഇതേപോലെ ഇവിടെയും കിട്ടിയിട്ടുണ്ട്. കണ്ട, ഈ കാണിച്ചിരിക്കുന്ന ഇത് തന്നെ ഇവിടെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട, ഇതേപോലെ. ഓക്കെ, ഇനി അടുത്തത് 2 ചെയിൻ ഇട്ടതിന് ശേഷം 1 2 ചെയിന്, ഇതിന്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ. ഇത് ഞാൻ ഒന്നുകൂടി കാണിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ലെയർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. പിന്നെ ഞാൻ ഇതുപോലെ കൂടുതൽ സമയം വീഡിയോ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് വ്യൂസ് വല്ലാണ്ട് കുറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറക്കാന്ന് വിചാരിച്ചതാ. പക്ഷെ മുഴുവനായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കത് മനസ്സിലാവും. അതുകൊണ്ട് കാണിക്കുന്നത് മാത്രമാണ്. ഇനി വരുന്ന ഓരോ ഡബിൾ ക്രോഷ്യയുടെ മേലെയും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. ഈ നടുക്ക് വരുന്ന ഇവിടെ മാത്രം ഇവിടെ 1 ചെയ്ത് ഇവിടെ 2, ഇതിന്റെ മുകളിൽ 1. ഇത് തന്നെ ഈ സെയിം തന്നെ അവിടെയും ചെയ്യുക. ഞാൻ ഇവിടെ എത്തിയിട്ട് കാണിക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ലാസ്റ്റത്തെ ഇവിടെ 3 ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ 4 ചെയ്ത്, അത് കഴിഞ്ഞ് ഇതിന്റെ മുകളിൽ 1, നടുക്ക് 2, ഇവിടെ 1. ഇനി 2 ചെയിൻ ഇട്ടതിന് ശേഷം നേരത്തെ അതേപോലെ തന്നെ ഇതുപോലെ തന്നെ ഇതിന്റെ ലാസ്റ്റത്തിന്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ, 1 നടുക്ക് 2, ഇതിന്റെ മുകളിൽ 1. ഇനി ഇതുപോലെ തന്നെ നമ്മളിപ്പോ കാണിച്ചതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, ഈ താഴത്തുള്ള ഇത് ശ്രദ്ധിച്ചാൽ മതി ഇവിടെ അതുപോലെ തന്നെയാണോ കിട്ടുന്നതെന്നുള്ളത്. അപ്പൊ ഞാനിനി ഇത് ലാസ്റ്റ് എത്തിയിട്ട് ഇവിടെ എത്തിയിട്ട് കാണിക്കാം. ഞാനിപ്പോ ഈ പാറ്റേൺ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് തന്നെയാണ്, ഈ പാറ്റേൺ തന്നെയാണ് എനിക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഡിസൈൻ ഇത്ര ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്ര ചെയ്യാൻ വേണ്ടിയിട്ട് 100 ഗ്രാം യാണാണ് യൂസ് ചെയ്തത്. ഇതിപ്പോൾ 7 ലെയറാണുള്ളത്. ആ ഫ്ലവർ വരുന്ന പോലെയുള്ളത് 7 ലെയറാണ് ഉള്ളത്. എനിക്കിനി ഒരു 3 ലെയറും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ
വീതി വരുന്നത് 20 ഇഞ്ചും നീളം വരുന്നത് 40 ഇഞ്ചുമാണ്. അപ്പോൾ വൈറ്റ് ആണ് വെച്ചിട്ടാണ് ഞാൻ അടുത്ത എൻ്റെ സൈഡ് തുടങ്ങുന്നത്. നമുക്കിനി അത് ചെയ്ത് തുടങ്ങാം. ഞാൻ ഈ കോർണറിൽ നിന്നാണ് ചെയ്ത് തുടങ്ങുന്നത്. നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങുമ്പം നല്ല ഭാഗം ഏതാണെന്ന് നോക്കിയിട്ട് ചെയ്യണം. അത് നമ്മൾ ഫസ്റ്റ് ചെയ്ത് തുടങ്ങിയ സ്ഥലമുണ്ടല്ലോ, ഫസ്റ്റ് ചെയ്ത് തുടങ്ങിയത്, അത് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും ഏതാണ് നല്ലത്. ഇത് എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, ഇതാണ് സ്റ്റാർട്ട് ചെയ്തത്. കോർണറിൽ ആദ്യം ഇത് ജോയിൻ ചെയ്ത് വൈറ്റ് യാണ് ജോയിൻ ചെയ്തതിന് ശേഷം 2 ചെയിന്, 1 2. ഇനി 2 ഡബിൾ ക്രോഷ്യ ഇവിടെ ചെയ്യുക. 1 2. ഓക്കെ. ഇനി ഒരു ചെയിന് അതേ ഗ്യാപ്പിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ വീണ്ടും ചെയ്യുക. 1 2 3. അങ്ങനെ ഇവിടെ 6 ഡബിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. ഇനി ഒരു ചെയിൻ ഇട്ടതിന് ശേഷം നെക്സ്റ്റ് ഗ്യാപ്പിൽ തന്നെ 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി ഒരു ചെയിൻ ഇട്ടതിന് ശേഷം അടുത്ത ഗ്യാപ്പ് ഒഴിവാക്കുക. അടുത്ത ഈ ഒരു ഗ്യാപ്പ് ഒഴിവാക്കിയതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തതിൽ 4 ഡബിൾ ക്രോഷ്യ വീണ്ടും ചെയ്യുക. നാല് ചെയ്ത് ഇനി ഒരു ചെയിൻ ഇട്ടതിന് ശേഷം ഒരു ചെയിന്, അതിന് ശേഷം ഇത് വിട്ടിട്ട് ഇവിടെ ചെയ്യുക. 4 ഡബിൾ ക്രോഷ്യ. 1. ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഓരോ ഗ്യാപ്പ് വിട്ടതിന് ശേഷമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എത്തി. ഇനി ഒരു ചെയിൻ ഇട്ടതിന് ശേഷം ഇത് വിട്ട് ഇവിടെ 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. കോർണറിൽ മാത്രം 3 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിന്, 3 ഡബിൾ ക്രോഷ്യ, അതുപോലെ ചെയ്യാം. ഇനിയിപ്പോൾ ഞാനത് ഇവിടം വരെ എത്തിച്ചിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ലാസ്റ്റത്തെ ഇതിലെത്തിയിട്ടുണ്ട്. 4 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ഒരു ചെയിൻ ഇട്ട് പിന്നെ കോർണറിൽ 3 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിന്, 3 ഡബിൾ ക്രോഷ്യ. പിന്നെ നമ്മളിപ്പോൾ സൈഡിൽ ചെയ്ത പോലെ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് മുഴുവനായിട്ടും ഇത് തന്നെ ചെയ്യുക. ഓക്കെ. ഒരു ചെയിന് തൊട്ടടുത്തുള്ളതിൽ ചെയ്യുക. ഇവിടെ ഇപ്പോൾ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ. ഇത് മുഴുവനായി വൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയറിലേക്ക് പോകാം. നമുക്ക് അടുത്ത ലെയർ ചെയ്ത് തുടങ്ങാം. അത് ഈ കോർണറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് കോർണറിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് അവിടെ എത്തിക്കണം. ഓക്കെ. ഇവിടെ എത്തി. ഇനി 2 ചെയിന് നേരത്തെ ചെയ്ത് അതേ പാറ്റേൺ തന്നെയാണ് പോകുന്നത്. 3 ഡബിൾ ക്രോഷ്യ കോർണറിൽ, ഒരു ചെയിന്, 3 ഡബിൾ ക്രോഷ്യ. അതാണ് ഇവിടെയും ചെയ്യുന്നത്. ഇനി ഒരു ചെയിൻ ഇട്ടതിന് ശേഷം ഒരു ചെയിന് ഇവിടെ നമ്മൾ 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി ഒരു ചെയിന്, അതിനുശേഷം അടുത്ത ഗ്യാപ്പിൽ 4 ഡബിൾ ക്രോഷ്യ. ഓക്കെ. ഇനി ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ഇതുപോലെ തന്നെ ചെയ്തു പോകാം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് കാണിക്കാം. വൈറ്റ് കളറ് യാണ് ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ ഇത്ര എത്തിയിട്ടുണ്ട്. ഇനി ഒരു ലെയറും കൂടി മാത്രമേ ഞാൻ വൈറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഡിസൈനും ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. 2 വീഡിയോസും കണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം അല്ലേ? എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.